നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ബ്രഹ്മദത്തൻ്റെ ജനനം പറയപ്പെട്ട പന്തിരകുലത്തിൽ നിന്ന് എടുത്തതാണ് ഈ കഥ. അപ്പോൾ കഥയിൽ ചോദ്യമില്ല. കടപ്പാട് വീണ ബുക്ക് ഹൗസ്, പേട്ട, തിരുവനന്തപുരം. വരരുചിയുടെ കഥ തുടർച്ചയാണ്. അപ്പോൾ നമുക്ക് കേൾക്കാം ബ്രഹ്മദത്തൻ്റെ ജനനം. പുഴകളും പൂങ്കാവനങ്ങളും കുഞ്ഞരുവികളും പുൽമേടുകളും മലനിരകളും കൊണ്ട് മനോഹരമായ കേരളത്തിലെ സുന്ദരമായ കാലാവസ്ഥ പഞ്ചമിക്ക് ഹരമായി. ശ്രീ പാർവതി പരമേശ്വരന്മാരുടെ പ്രണയലീലകളെക്കുറിച്ച് വേണ്ടത്ര ജ്ഞാനം ഉണ്ടായിരുന്ന ദമ്പതിമാർ തങ്ങളുടെ ദേശാടന ജീവിതം പ്രണയപൂരിതവും കർമ്മനിരതവുമാക്കി മാറ്റുകയായിരുന്നു. വർഷങ്ങൾ 1-2 കടന്നുപോയി. മാറ്റങ്ങളിലൂടെ വന്നു ചേർന്ന അനുഭൂതി മധുരങ്ങളായ ജീവിതയാത്രയിൽ പഞ്ചമിയിൽ ഗർഭലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. അവളുടെ മുഖത്ത് ക്ഷീണവും വിളർച്ചയും ഉണ്ടായി, ചുണ്ടുകളിൽ വരൾച്ചയും. പഞ്ചമി, നിനക്ക് സുഖമില്ലേ? എൻ്റെ ഉദരത്തിൽ ശ്രേഷ്ഠനായ അങ്ങയുടെ കുഞ്ഞു വളരുന്നു. ആദ്യമായി താൻ്റെ അച്ഛനാകാൻ പോകുന്നുവെന്ന വാർത്ത സ്വന്തം ഭാര്യയിൽ നിന്ന് കേട്ടിട്ടും നിർവികാരനായി കണ്ട വല്ലുരുടെ മുഖത്ത് പഞ്ചമി തറപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഒരച്ഛനാകാൻ പോകുന്നു. മഹാപണ്ഡിതനായ അങ്ങേക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞാണോ പെണ്ണോ? പഞ്ചമി, എന്നെ ഭ്രാന്തി പിടിപ്പിക്കരുത്. വിശ്രമം കഴിഞ്ഞ് ഇരുവരും എണീറ്റ് നടന്നു. അനസ്യൂതമായ 7-8 മാസക്കാലത്തെ യാത്രയിലൂടെ അവർ പലതും കണ്ടും കേട്ടും പഠിച്ചും നടന്നൊടുവിൽ പരശുരാമ ഭൂമിയായ പുണ്യ കേരളത്തിലെത്തിച്ചേർന്നു. പരശുരാമൻ മഴുവെറിഞ്ഞ് നേടിയ ഭൂമിയാണ് കേരളം. ഇവിടെ കേളികൊട്ട് ഉയർന്നു കേൾക്കാം. കൊട്ടും കുരവയും പാട്ടും കൊണ്ട് മലയാളക്കര എങ്ങും മുഖരിതമാണ്. ഒപ്പം അധ്വാനത്തിൻ്റെ മോഹനഫലങ്ങളിൽ നിന്നും രുചി വരുത്തുന്ന സന്തുഷ്ടരായ കർഷകരുടെ അറനിറഞ്ഞ പാട്ട് വയലേലകളിൽ മുഴങ്ങിയെന്നതും കേൾക്കാം. പൂർണ്ണ ഗർഭിണിയായ പഞ്ചമിയുടെ ഗർഭം താങ്ങിയുള്ള നടത്ത കണ്ടിട്ട് കേരളീയരിൽ ചിലർ സഹതാപം കൊണ്ട്, മറ്റു ചിലർ വെളുത്തുരുണ്ട പൊണ്ണത്തടിയൻ ബ്രാഹ്മണൻ സഹധർമ്മിണിയോട് നിർദ്ദയമായി പെരുമാറുന്നത് കണ്ട് അമർഷം കൊണ്ടു. അല്പം മാത്രം മുടിയുള്ള ബ്രാഹ്മണൻ്റെ കഷണ്ടിത്തല പുകയുന്നുണ്ടായിരുന്നു. വിരാമമിടാത്ത യാത്രക്കിടയ്ക്ക് പഞ്ചമിക്ക് പേറ്റുനോവുണ്ടായി. നിന്റെ മുഖം വാടുന്നല്ലോ, കന്നിപ്പേറ്റിൻ്റെ ലക്ഷണം തെളിയുന്നുണ്ട്. നിനക്ക് വിശ്രമം വേണോ? പഞ്ചമി തലയാട്ടി. പേറ്റുനോവിൻ്റെ തുടക്കമാണെന്ന് പഞ്ചമി അറിയുന്നതിന് മുമ്പ് വരരുചി അത് മനസ്സിലാക്കിയിരുന്നു. തെല്ലുനേരം കഴിഞ്ഞ് വരരുചി പഞ്ചമിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കൈകൾ ഇടുപ്പത്തൂന്നിക്കൊണ്ട് പഞ്ചമി നടക്കാൻ ശ്രമിച്ചു. വല്ലാത്ത വേദന. കുറ്റിക്കാടുകൾക്കപ്പുറം കരിമ്പനക്കൂട്ടം കണ്ട് വരരുചി പഞ്ചമിയെ അങ്ങോട്ട് പോകാൻ നിർബന്ധിച്ചു. ഒരു ക്ഷേത്ര പരിസരം കാട് പിടിച്ചു കിടക്കുന്നു. പഞ്ചമി അവിടെ കണ്ട പാറമടയിൽ ചെന്നിരുന്നു. അവൾ പേറ്റുനോവ് കൊണ്ട് പിടഞ്ഞു. അവളുടെ മുക്കലും മൂളലും ഞരക്കങ്ങളും വരരുചി കേട്ടതായി ഭാവിച്ചില്ല. വട്ടിയൊഴിഞ്ഞു കിട്ടിയിരുന്നു എങ്കിൽ യാത്ര തുടരാമായിരുന്നു. വരുടെ ലക്ഷ്യം തുടർ യാത്രയായിരുന്നു. ധ്യാന നിരതനായ വരരുചിയുടെ കാതുകളിൽ ചോരക്കുഞ്ഞിൻ്റെ കരച്ചിൽ വന്നലച്ചു. അദ്ദേഹം മറവിൽ നിന്നുകൊണ്ട് ചോദിച്ചു, കുഞ്ഞ് ആണോ പെണ്ണോ? ആൺകുഞ്ഞ്. വായുണ്ടോ? വായും വയറുമൊക്കെയുണ്ട്. അവൻ എത്ര സുന്ദരനാണെന്നോ നോക്കൂ. അച്ഛൻ്റെ തനി പകർപ്പ് തന്നെ. പഞ്ചമി ചോരക്കുഞ്ഞിനെ വാരിയെടുത്ത് വരരുടെ നേർക്ക് നീട്ടി. വരരുചി മുഖം തിരിച്ചു. വേണ്ട, എനിക്ക് കാണണ്ട. അവിടെ കിടത്തിക്കോളൂ. വായുള്ള പിള്ളയ്ക്ക് ദൈവം ഇരയും കൽപ്പിച്ചിട്ടുണ്ട്. ഭർത്താവിൻ്റെ നിർദ്ദയമായ പെരുമാറ്റം കണ്ട് പഞ്ചമി അന്താളിച്ചു നിന്നു. കുഞ്ഞിനെ അവിടെ കിടത്തി കൂടെ പോന്നോളൂ. കുഞ്ഞിനെ കിടത്തിയിട്ട് കൂടെ പോരാനോ? അവൻ മുലപ്പാലിന് കരയുന്നു. ഞാൻ അവനെ പാലൂട്ടട്ടെ. പഞ്ചമി, ഭർത്തൃവചനം അനുസരിക്കുന്നതാണ് പതിവ്രതാധർമ്മം. അവൻ്റെ ജന്മലക്ഷണം വളരെ കേമമാണ്. ഉന്നത കുലത്തിൽ വളരേണ്ടവനാണ്. പാലൂട്ടാൻ ആൾ വന്നെത്തിക്കൊള്ളും. നിനക്കതിന് അവകാശമില്ല. പഞ്ചമി ആശ്ചര്യസ്തബ്ധയായി. ആ കണ്ണുകളിൽ കോപാഗ്നി പടർന്നു. നിമിഷങ്ങൾക്കകം അവളൊരു യക്ഷിയായി മാറുകയായിരുന്നു. പ്രസവിച്ച അമ്മയ്ക്ക് പാലൂട്ടാൻ അവകാശമില്ലെന്നോ? ആ ശബ്ദം ദീർഘദാർദ്രമായി. നിയതിയുടെ തീരുമാനം നിനക്കറിയില്ല പഞ്ചമി. നമുക്ക് പോകാം. പെറ്റ മാതാവ് ചോരക്കുഞ്ഞിനെ പെരുവഴിയിൽ എറിഞ്ഞിട്ട് ഭർത്താവിനെ അനുഗമിക്കാൻ പറയുന്ന തത്വശാസ്ത്രം ഏതാണ്? നിങ്ങൾ ഈ കുഞ്ഞിൻ്റെ അച്ഛനല്ലേ? എന്നോട് ഇങ്ങനെ പറയാൻ എങ്ങനെ നാവ് ഉയർന്നു? നൊന്തുപെറ്റ മാതാവിൻ്റെ നീറുന്ന ഹൃദയവേദന മനസ്സിലാക്കാനാവാത്ത പണ്ഡിത ശ്രേഷ്ഠ, അങ്ങേക്ക് ഇത്ര ക്രൂരനാകാൻ എങ്ങനെ കഴിയുന്നു? പഞ്ചമി, വാഗ്വാദത്തിനുള്ള സമയമല്ലത്. നമുക്കിവിടെ നിന്നുകൂടാ. ഈ ഭർത്താവിന് മറ്റൊരു മുഖമുണ്ട്. അത് കാണാതിരിക്കുന്നതാണ് നിനക്ക് നന്ന്. എങ്കിലും എൻ്റെ കുഞ്ഞ്. പഞ്ചമി പൊട്ടിക്കരഞ്ഞു. പഞ്ചമി! പറയപ്പെണ്ണിന് പിന്നെ ഒന്നും ശബ്ദിക്കാനായില്ല. പ്രിയൻ വരരുചി ഒരു ദിവ്യനാണെന്ന് അവൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ ചൊല്ലിൽ പിഴ പറ്റാറില്ല. അവൾ കുഞ്ഞിനെ തളിരും പുല്ലും കൊണ്ട് ചമച്ച തൽപ്പത്തിൽ കിടത്തി. വരരുചി അവളുടെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അപ്പോൾ പഞ്ചമിയുടെ കണ്ണുകളിൽ നിന്ന് നീർച്ചാലുകൾ ഒഴുകുന്നുണ്ടായിരുന്നു.
ഹൃദയം പൊട്ടിപ്പിടഞ്ഞു. നേരം പുലർന്നു. അടുത്തുള്ള പുഴയിൽ ചെന്ന് ഇരുവരും സ്നാനം ചെയ്തു. ചില പച്ചിലമരുന്ന് ഇലകൾ വരരുചി പറിച്ചു കൊണ്ടുവന്നു. അത് പിഴിഞ്ഞെടുത്ത് ചാറെടുത്ത് പഞ്ചമിക്ക് നൽകി. എല്ലാം ഭദ്രം. ആ ദമ്പതികൾ അങ്ങനെ വീണ്ടും സഞ്ചരിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് അവൾ മുലപ്പാൽ ചുരന്നു. പഞ്ചമി ദയനീയമായി ഭർത്താവിനെ നോക്കി. വരരുചി ആ കണ്ണീർ തുടച്ചു മാറ്റി. അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് മന്ദം മുന്നോട്ട് നീങ്ങി. പറയുന്നത് ചെയ്യുക. വിധിയെ പഴിക്കാൻ നമ്മൾ ദൈവങ്ങളല്ലല്ലോ, വരരുചി പറഞ്ഞു. പേറ്റുനോവ് പറഞ്ഞ മാതാവിൻ്റെ ധാർമ്മിക അവകാശം നിറവേറ്റാൻ പോലും അവകാശം നൽകാത്ത ഭർത്താവിൻ്റെ ക്രൂരത കണ്ടിട്ടും അവൾ പിന്നെ കാന്തനെ പഴിച്ചില്ല. അനുസരിക്കാൻ കടപ്പെട്ടവളാണ് ഭാര്യ. അവൾക്ക് ഭർത്താവാണ് സർവസ്വവും. അല്പം നടന്നപ്പോൾ അവൾക്ക് വേദനയും ക്ഷീണവും മാറി. അത് വരരുചിയുടെ മന്ത്രമായിരുന്നു. എങ്കിലും അവൾക്ക് ദാഹം തോന്നി. ഇത്തിരി വെള്ളം കുടിക്കാൻ കിട്ടിയിരുന്നുവെങ്കിൽ. വഴിയുണ്ട്. അല്പം അകലെ അരുവിയുടെ ആരവം കേട്ട് പഞ്ചമിയുടെ അടുത്ത് കണ്ട വാഗമരച്ചോട്ടിൽ ഇരുത്തി വാഴത്തുമ്പിലെ മുറിച്ച് കോട്ടി കുടിവെള്ളത്തിന് വേണ്ടി വരരുചി വേഗത്തിൽ കുതിച്ചു. മലനാടിൻ്റെ ശീതളവായു ആ മാതാവിനെ തഴുകി. ഇരിക്കാനിടം കിട്ടിയപ്പോൾ പഞ്ചമിയിൽ ചിന്തകൾ ഓടിയെത്തി. നൊന്ത് പ്രസവിച്ച ചോരക്കുഞ്ഞിനെ പാറമടയിൽ ഉപേക്ഷിച്ചു പോരാൻ ഭർത്താവ് എന്തിനാണ് ആജ്ഞാപിച്ചത്? പഞ്ചമിയുടെ മാതൃത്വം തേങ്ങി. രാമായണത്തിലെ പ്രധാന ശ്ലോകം തേടി പുറപ്പെട്ട വരരുചി എന്ന വിദ്വാൻ വനദേവതമാരുടെ കിളിവചനത്താൽ മാനം കാത്തു. കൂട്ടത്തിൽ കിളികൾ ചൊല്ലിയ ഭാവി പ്രവചനം അദ്ദേഹത്തെ മതിപ്പിച്ചിരുന്നു. ചണ്ടാലിപ്പെണ്ണിന് പുടവ കൊടുക്കേണ്ടി വന്ന ഗതികേടിൽ നിന്ന് രക്ഷ നേടാൻ മാന്യനായ വിപ്രൻ ചക്രവർത്തിയെയും കബളിപ്പിച്ചു. ക്രൂരമായ ശിശുഹത്യയ്ക്ക് തയ്യാറായി. എങ്കിലും വനദേവതമാരുടെ പ്രവചനം വരരുചിയെ പിന്തുടരുക തന്നെ ചെയ്തു. കാലത്തിന്റെ മറിമായങ്ങൾ വരരുചിയെ പഞ്ചമിയുടെ അടുക്കൽ എത്തിച്ചു. കല്യാണം കഴിക്കാനുള്ള നമ്പൂതിരി ബ്രാഹ്മണന്റെ ആവേശം പഞ്ചമിയിൽ ഹരം ഉണർത്തിയിരുന്നില്ലേ? യാതൊന്നും ചിന്തിക്കാതെ സത്യയുണ്ട് അന്തിയുറങ്ങാൻ മാത്രം ചെന്ന ബ്രാഹ്മണ യുവാവ് താലികെട്ടി കൂടെ വിളിച്ചപ്പോൾ പുറകെ ഇറങ്ങിത്തിരിച്ച പഞ്ചമിയുടെ വരരുചി കാട്ടിയ ആദ്യകാല കാമലീലകൾ എത്ര ആവേശകരമായിരുന്നു. ചിന്താവിഷ്ടയായ പഞ്ചമി തൻ്റെ കഴിഞ്ഞകാല കഥകൾ ഒന്നൊന്നായി ഓർമ്മിച്ചു. ആദ്യം തന്നെ തൊട്ട നിമിഷങ്ങൾ, അദ്ദേഹം ആദ്യം ചുംബിച്ച നിമിഷങ്ങൾ, ആദ്യമേ തൻ്റെ സ്ത്രീത്വത്തെ സുഖമറിഞ്ഞ നിലവുകൾ, തന്നെ രതിസുഖത്തിൽ ആറാടിച്ച സമ്മോഹന മുഹൂർത്തങ്ങൾ, ഒടുവിൽ ആ മടിയിൽ തലചായ്ച്ച് മദനലീലകളിൽ മുഴുകുമ്പോൾ അദ്ദേഹം തന്നെ ദേഹമാസകലം തഴുകി മിനുക്കിയില്ലേ? പിന്നെ തൻ്റെ ശിരസിൽ തലോടി. അപ്പോഴാണല്ലോ പന്തപ്പാട് കണ്ട് കാലിളക്കം സംഭവിച്ചത്. പെണ്ണെ ഉപേക്ഷിക്കുവാനുള്ള മനക്കെട്ടിയില്ലാത്തതുകൊണ്ട് കാരണമായിരുന്നു അദ്ദേഹം തന്നോട് എല്ലാം മറക്കാമെന്ന് പറഞ്ഞത്. നാടുവിട്ടോടാനുള്ള തീരുമാനം താൻ പറയുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ? അദ്ദേഹത്തെ നിഴൽ പോലെ പിന്തുടർന്ന എല്ലാ ഇംഗിതത്തിനും താൻ വഴങ്ങിയില്ലേ? രതിസുഖം വേണ്ടുവോളം അദ്ദേഹം ആസ്വദിച്ചില്ലേ? പുരുഷബീജം ഉൾക്കൊണ്ടാൽ പെണ്ണും ഗർഭം ധരിക്കുമെന്ന് അദ്ദേഹം കരുതിയിരുന്നില്ലേ? താലികെട്ടി ഭാര്യയെ സ്വീകരിച്ചാൽ അവൾക്ക് പാർക്കാനിടങ്ങൾ കണ്ടേ? ലക്ഷണം അറിയിച്ചിട്ടും തന്നെ ഈ കൊടും വേനലിൽ എത്രമാത്രം നടത്തിച്ചു. കുണ്ടിലും കുഴിയിലും നടന്ന് താൻ വളരെ അവശയായിട്ടും ആ യാത്ര തുടരുകയല്ലേ ചെയ്ത് അദ്ദേഹം തന്നോടുള്ള പ്രതികാരം തീർക്കുകയായിരുന്നു. എല്ലാം സഹിക്കാം. ചുട്ടുപഴുത്ത കരിമ്പാറയിൽ കിടന്ന് പെറ്റുകൊള്ളാൻ അദ്ദേഹം ആവശ്യപ്പെട്ടില്ലേ? വേദന കൊണ്ട് പുളഞ്ഞപ്പോൾ ആരാരും അരികിലില്ലായിരുന്നല്ലോ. അദ്ദേഹം എന്തിന് മറഞ്ഞു നിന്നു? പ്രസവിക്കുന്നത് കാണരുത് എന്ന വിലക്ക് പ്രകൃതി പുരുഷൻ നൽകിയിട്ടുണ്ടോ? ആദ്യത്തെ കൺമണി ആണാണെന്നറിഞ്ഞിട്ടും തൻ്റെ കന്നിക്കുഞ്ഞിൻ്റെ സുപ്രസന്നാസ്യം കാണാൻ പോലും പിതാവ് കൂട്ടാക്കിയില്ലല്ലോ. പിഞ്ചോമയുടെ കരച്ചിൽ കേട്ടിട്ട് താതൻ്റെ മിഴികൾ അനങ്ങിയില്ലല്ലോ. കുഞ്ഞിന് വായുണ്ടോ? അദ്ദേഹം മറവിൽ നിന്ന് എന്തിനാണ് വിളിച്ചു ചോദിച്ചത്? വായുണ്ടെങ്കിൽ അന്നവും കിട്ടും. പെറ്റി കഴിഞ്ഞെങ്കിൽ പുറപ്പെട്ടുകൊള്ളൂ. ആ വാക്കുകൾ എത്ര ക്രൂരമായിരുന്നു. പിറന്നു വീണ ചോരക്കുഞ്ഞിനെ പാറമടയിൽ കിടത്തിയിട്ട് ഒറ്റയ്ക്ക് ചെല്ലാൻ പറഞ്ഞില്ലേ? പെറ്റിങ് മുല ചുരത്തു നിൽക്കുമ്പോൾ വിശന്ന് കരയുന്ന കുഞ്ഞിനെ മുലയൂട്ടാൻ അവകാശമില്ലെന്നോ? പെറ്റതള്ളയ്ക്ക് ഇനി എന്താണ് ശിക്ഷ? അതുമൂലം അവൾക്കുണ്ടാകുന്ന സഹികെട്ട വേദന, ആവശ്യക്കാരനായ പിഞ്ചു കുഞ്ഞിൻ്റെ തേങ്ങിയുള്ള രോധനം എല്ലാം കണ്ടുനിന്ന കടോര ഹൃദയൻ പിന്നെയും വിളിച്ചു, നീ വരുന്നുണ്ടോ? പൈതൽ എവിടെ കിടക്കട്ടെ, പേര് കഴിഞ്ഞെങ്കിൽ പുറപ്പെട്ടോളൂ. 10 മാസം കെട്ടിച്ചുമെന്ന് നോവറിഞ്ഞ് പ്രസവിച്ച തന്നോട് ആ കന്നിക്കനിയെ കഴുകന് വലിച്ചെറിഞ്ഞിട്ട് കൂടെ ചെല്ലാൻ വിളിക്കുന്ന ക്രൂരനായ ഭർത്താവ്. അമ്മയെന്ന പതിപ്രദമായ പദത്തിന് 1000 വ്യാഖ്യാനങ്ങൾ നൽകുന്ന വരരുചിയുടെ നാവിൽ എങ്ങനെ ഈ അപശബ്ദം പിറന്നു? ആ നാവിൽ തുമ്പിൽ ഇത്ര ക്രൂരമായ പദം എങ്ങനെ ഉരുണ്ടുകൂടി? അമ്പരപ്പിക്കുന്ന ഉത്തരവ് കേട്ട മാതാവിൻ്റെ കരൾ പിടഞ്ഞില്ലേ? ഉൾക്കാമ്പ് പിടഞ്ഞ പഞ്ചമിയുടെ നാവിൽ ശകാരവർഷങ്ങൾ ഉറഞ്ഞുകൂടി. ഭർത്താവിനെ മാനിക്കാനും തെറ്റുക സഹിക്കാനും കടപ്പെട്ടവളാണ് ഭാര്യ. വല്ലവൻ വിധാതാവാണ്. അനുസരിക്കാൻ വിധിക്കപ്പെട്ട ഭാവശുദ്ധിയുള്ള ഭാരത സ്ത്രീയായ ഭാര്യയാണ് പഞ്ചമി. അരുതാത്തതൊന്നും അവൾ ചെയ്തുകൂടാ. മഹാനായ വരരുചിയെ അധിക്ഷേപിക്കുകയോ സ്നേഹസമ്പന്നനായ ഭർത്താവിനെ ധിക്കരിക്കുകയോ കുലസ്ത്രീക്ക് യോജിക്കാത്തതൊന്നും പഞ്ചമിയിൽ ഉണ്ടായിക്കൂടാ. ജന്മം നൽകിയ പിതാവ് സ്വന്തം കുഞ്ഞിൻ്റെ പൂമേനി കാണാൻ
കൂട്ടാക്കാത്തതെന്തേ? തനിക്ക് പിറന്ന കുഞ്ഞിൻ്റെ മുഖമെങ്കിലും കാണാൻ ആശിക്കാത്ത അച്ഛനുണ്ടോ? ഒരു പക്ഷേ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം. വിധിമറയുടെ മറവിൽ വിലക്കുകൾ ലംഘിക്കാൻ അദ്ദേഹത്തിനാവാത്തതാവാം. കോട്ടിലെത്തുമ്പിൽ കുടിവെള്ളവും കൊണ്ട് ഓടിയെത്തിയവരുടെ കയ്യിൽ നിന്നും അവൾ ആർത്തിയോടെ വെള്ളം വാങ്ങി കുടിച്ചു. അത് അമൃതായിരുന്നോ അതോ ജലം തന്നെയായിരുന്നു? ജലയും നരയും മാറാനുള്ള അമൃതാണതെന്ന് പഞ്ചമിക്ക് തോന്നി. അവൾക്ക് വീണ്ടും യുവത്വം സംഭവിച്ചതുപോലെ മധുര 17കാരുടെ ലാഘവത്തോടെ അവൾ എഴുന്നേറ്റു. നമുക്ക് പോകാം, ഇനിയും ബഹുദൂരം പിന്നിടാനുണ്ടല്ലോ. കഴിഞ്ഞതെന്ന് ഓർക്കാനാവാത്ത മായ പഞ്ചമിയെ പുതയ്ക്കുകയായിരുന്നു. അച്ഛനമ്മമാരാൽ പ്രതിച്ഛയിക്കപ്പെട്ട പിഞ്ചു കുഞ്ഞ് വിശന്ന് കരഞ്ഞു. കത്തിയുരുകുന്ന മീനച്ചൂടിൻ്റെ കൊടുമ്പേനലിൽ ആ ചോരക്കുഞ്ഞ് പിടഞ്ഞു. മുലപ്പാലിനു വേണ്ടി, അമ്മയുടെ ചൂടിനു വേണ്ടി മനുഷ്യക്കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ആദ്യം ഓടിയെത്തിയത് ഒരു കൃഷ്ണമൃഗമായിരുന്നു. പിന്നെ പറവകളും കുറുനരികളും കാട്ടുമാക്കാൻ പൂച്ചകളും കുളക്കോഴികളുമൊക്കെ കാര്യമന്വേഷിച്ച് കടന്നുപോയി. കൂട്ടത്തിൽ ഒരു ചെന്നായയും ഉണ്ടായിരുന്നു. മനുഷ്യമാംസത്തിൻ്റെ രുചിയറിയാൻ കാട്ടുപന്നിക്ക് ധൃതിയായിരുന്നു. പക്ഷേ കാട്ടുജീവി സമൂഹം ഒരുമിച്ചൊരു തീരുമാനമെടുത്തു. തീരെ കൊച്ചല്ലേ, വിട്ടേരെ, നമ്മുടെ ഇടത്ത് വന്ന് പെറ്റി വീണതല്ലേ, ആരെങ്കിലും വളർത്തട്ടെ. തിര്യക്കകളുടെ തീരുമാനമറിഞ്ഞ് മാൻപേട പറഞ്ഞു, അച്ഛനമ്മമാർ എത്തും വരെ ഞാൻ കാവൽ നിൽക്കാം. കാന്ന ജന്തുക്കളും കാവൽക്കാരായി മാറുന്ന കണ്ടപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ നിലച്ചു. എന്തോ ചിന്തയിലാണ്ട പോലെ അവൻ നിശബ്ദനായി കിടന്നു. അങ്ങ് ആകാശ നീലിമയ്ക്കിടയിൽ നിന്നുകൊണ്ട് അമ്മ താരാട്ടുപാടി ഉറക്കാൻ ശ്രമിക്കുന്നതായി അവൻ കണ്ടു. ആ മുഖം കണ്ട് അവൻ ചിരിക്കാൻ ശ്രമിച്ചു. പെറ്റു വീണ് ഏറെ നേരമാകുന്നതിന് മുമ്പേ ചിരിക്കുകയോ? ആ പിഞ്ചു പൈതലിന് തള്ളായി നിന്ന് പേടമാൻ കുളിരേകി. മൃദുലമായ തൻ്റെ നാവുകൾ കൊണ്ടവൾ കുഞ്ഞിനെ നക്കിത്തുടച്ച്. നിർമ്മലമായ ആ കോമളഗാത്രത്തിൽ ദിവ്യ ചൈതന്യം തെളിഞ്ഞു. ക്ഷണികമായ ഒരു ദിവ്യപ്രകാശം അവിടെയെങ്ങും പരന്നു. പാണ്ഡ്യാല ഇല്ലത്ത് അമ്മിണി അന്തർജനത്തെ വേലി കഴിച്ചു കൊണ്ടുവന്നിട്ട് നീണ്ട 15 വർഷങ്ങൾ പിന്നിട്ടു. പക്ഷേ ഒരു കുഞ്ഞിക്കൽ കാണാനുള്ള ഭാഗ്യം ആ ദമ്പതികൾക്കുണ്ടായില്ല. ഇല്ലത്തിൽ ഒരവകാശം ഇല്ലാതെ പോയതിൽ നമ്പൂതിരിയും അന്തർജനവും തുല്യ ദുഃഖിതരായിരുന്നു. ഒരു ആന്തരിയെങ്കിലും ഉണ്ടായില്ലെങ്കിൽ തറവാട് അന്യാധീനമാകും. അഗ്നിസാക്ഷിയായി വേലി കഴിച്ച സുമംഗലി ഇല്ലത്ത് ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരു തരണിയെ വിവാഹം കഴിക്കുവാൻ നമ്പൂതിരി സമുദായം അനുവദിക്കുന്നുമില്ല. പിന്നെ നമ്പൂതിരി എന്തു ചെയ്യും? ഇക്കാര്യത്തിൽ ദമ്പതികൾ തുല്യ ദുഃഖിതരായി തീർന്നു. സന്താനയോഗമില്ലാതെ വരാൻ തറവാടിന് ലഭിച്ച ശാപം എന്താണ്? പ്രശ്നം നോക്കിയും പൂജ നടത്തിയും പരിഹാരം കണ്ടെത്താതെ വ്യാകുലപ്പെട്ട് കഴിയുന്ന കാലം. സകല സമ്പൽ സമൃദ്ധിയുടെയും വിളനിലമായിരുന്ന പാട്യാലത്തിൽ പിൻഗാമി ഇല്ലാതെ പോയത് ദുഃഖത്തെ പരത്തി. പ്രശസ്തമായ എല്ലാ ക്ഷേത്രങ്ങളിലും അവർ വഴിപാടുകൾ നേർന്നു. പുത്രലബ്ധിക്ക് ഈശ്വരാരാധന നടത്തി. ഉള്ളുരുകർ പ്രാർത്ഥിച്ചു. പുണ്യക്ഷേത്രങ്ങൾ ദർശനം നടത്തി. ദാനധർമാദികൾ വേണ്ടുവോളം നൽകി. ശുഭപ്രതീക്ഷയോടെ ജീവിച്ചു പോന്നു. എന്നിട്ടും ആ ദാമ്പത്യവല്ലി പൂവണിഞ്ഞില്ല. പലപ്പോഴും തൻ്റെ വേലിയുടെ മുഖം നമ്പൂതിരിയെ വേദനിപ്പിച്ചിരുന്നു. അദ്ദേഹം സ്വാതന്ത്ര്യ വചസ്സുകൾ കൊണ്ട് അന്തർജനത്തിനെ ആശ്വസിപ്പിച്ചു പോന്നു. പരാശക്തിയെ കൈകൂപ്പി ദുനമനസ്സുകളുടെ നൊമ്പരം അറിയിച്ചു. പുത്രകാമേഷ്ടിയാഗം നടത്തിയാലും പ്രയോജനമില്ലെന്നായിരുന്നു ഫലത്തിലറിഞ്ഞത്. ഒരു ദിവസം നമ്പൂതിരി അത്താഴപൂജ കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ച് ഉറങ്ങാൻ കിടന്നു. തൻ്റെ പരാദേവതയായ ദുർഗാദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിദ്രയിലാണ്ടു. അപ്പോൾ നമ്പൂതിരിക്ക് ഒരു സ്വപ്നദർശനമുണ്ടായി. സർവാഭരണ വിഭൂഷിതയായ ദുർഗാദേവി നമ്പൂതിരിക്ക് സ്വപ്നത്തിൽ ദർശനം നൽകി അരുളി ചെയ്തു, ഹേ ധന്യാത്മാവേ, നിന്റെ ദുഃഖം നാം അറിയുന്നു. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല. നീ പത്നി സമേതം അടുത്തുള്ള ദുർഗാക്ഷേത്രത്തിൽ പോയി 41 ദിവസം ഭജനം പാർക്കുക. നിന്റെ ദുഃഖത്തിന് നിവൃത്തിയുണ്ടാകും. നമ്പൂതിരിക്ക് അനുഗ്രഹം നൽകി ദേവി അപ്രത്യക്ഷയായി. ഉറക്കത്തിൽ നെറ്റി ഉണർന്ന നമ്പൂതിരി ചുറ്റും നോക്കി. എങ്ങും കനത്ത അന്ധകാരം മാത്രം. ആ ശ്രേഷ്ഠ ബ്രാഹ്മണൻ പെട്ടെന്ന് അത്ഭുതവും പരിഭ്രമവും ഉണ്ടായി. താൻ കണ്ടത് വെറുമൊരു സ്വപ്നമായിരുന്നു. അതോ ഈ ഉള്ളവൻ്റെ ദുഃഖം അറിഞ്ഞ് സാക്ഷാൽ ദുർഗാദേവി മുന്നിൽ വന്ന് അരുളിയതാണോ? ബ്രാഹ്മണൻ വീണ്ടും ദേവിയെ വിളിച്ച് ധ്യാനിച്ചു. പിന്നെ ഉടനെ അന്തർജനത്തെ വിളിച്ചുണർത്തി. തൻ്റെ സ്വപ്നകഥ പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ നമ്പൂതിരിയുടെ ഉള്ളം തപിച്ചു. ദേവിയുടെ സ്വപ്നദർശന വിവരം പറഞ്ഞത് അമ്മിണി അന്തർജനം വളരെയധികം സന്തോഷിച്ചു. അവർ ഉടൻ തന്നെ ക്ഷേത്രസ്ഥ തയ്യാറെടുപ്പുകൾ നടത്തി. ഇല്ലത്തു നിന്ന് കുറച്ചകലെയായ ഒരു ഗ്രാമമുണ്ട്. അതിനടുത്ത് വനത്തിലാണ് ദുർഗാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിളിച്ചാൽ വിളി കേൾക്കുന്ന മഹാഭൈരവി ക്ഷേത്രം. ഭക്തരിൽ സദാ കനിയുന്ന സാക്ഷാൽ ദുർഗാദേവിയുടെ സന്നിധിയിൽ അവർ എത്തി. അതൊരു ശക്തി ക്ഷേത്രം തന്നെയായിരുന്നു. പാണ്ഡ്യാല ഇല്ലക്കാരുടെ വകയായിരുന്നു ആ ക്ഷേത്രം. ആ അമ്പലത്തിലെ നിത്യനിദാന പൂജയ്ക്കുള്ള എല്ലാ ചെലവുകളും വഹിച്ചിരുന്നത് പാണ്ഡ്യാല കുഞ്ചു നമ്പൂതിരിയായിരുന്നു. വന്യമൃഗങ്ങളുടെയും മറ്റ് ശല്യം മൂലം ആ വനത്തിൽ ഒറ്റയ്ക്ക് വഴി നടക്കാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. അതിനാൽ ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിൽ മാത്രമേ നട തുറന്ന് പൂജ നടത്തിയിരുന്നുള്ളൂ. ആ ദിവസം ഗ്രാമത്തിലെ പല ദിക്കുകളിൽ നിന്നുള്ള ഭക്തജനങ്ങളും അവിടെ തടിച്ചുകൂടുക പതിവായിരുന്നു. ദേവി സ്വപ്നാശനം നൽകിയ വിവരം നമ്പൂതിരി പൂജാരിയെ അറിയിച്ചു. അതിന് പ്രകാരം 41 ദിവസവും മുടക്കം വരാതെ പ്രത്യേകം പൂജാകർമ്മങ്ങൾ നടത്തുന്നതിനുള്ള എല്ലാ ഏർപ്പാടുകളും നമ്പൂതിരി ചെയ്തു. പത്നിയോടും ഭൃത്യന്മാരോടുമൊപ്പം അദ്ദേഹം ക്ഷേത്രദർശനം നടത്തി.
ദേവിക്ക് പൂജകൾ നടത്തി, വഴിപാടുകൾ കഴിച്ചു, ഉള്ളുരുകി പ്രാർത്ഥിച്ചു. ദീപാരാധന തൊഴുതും അവിടെ തന്നെ കഴിഞ്ഞുകൂടി. അമ്പലത്തിൽ നിന്ന് നിവേദ്യം കഴിച്ച് കിട്ടുന്ന ചോറ് മാത്രം ഭക്ഷിച്ചും മണ്ഡപത്തിൽ കിടന്നുറങ്ങി 40 ദിവസങ്ങൾ അവർ തള്ളി നീക്കി. 41-ാം ദിവസം ഭജനം അവസാനിക്കുകയാണ്. അന്നവർ പല വിശേഷ പൂജകളും വഴിപാടുകളും നടത്തി ദേവിയെ പ്രീതിപ്പെടുത്തി. അമ്മയുടെ മുമ്പിൽ കണ്ണടച്ചു നിന്ന് ഇരുവരും മനംതൊന്ന് പ്രാർത്ഥിച്ചു. ദേവി, അമ്മേ, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണമേ. ക്ഷേത്രമണി 3 പ്രാവശ്യം ശബ്ദിച്ചു. അത് ശുഭസൂചകമായിരുന്നു. ചുറ്റുബലിയും ശീവേലിയും കഴിച്ച് പുണ്യാഹം തളിച്ച് ശ്രീകോവിൽ തുറന്ന് പൂജാരി അകത്ത് കയറാൻ തുടങ്ങുമ്പോൾ അതിശയിച്ചു നിന്നുപോയി. ശ്രീകോവിൽ തുറക്കുന്നില്ല. അകത്ത് നിന്ന് ആരോ വാതിൽ പൂട്ടിയതുപോലെ പൂജാരി വിളിച്ചു, അമ്മേ, ദേവി. പലതവണ വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല. ദീപാരാധന നടന്നില്ല. ക്ഷേത്രമണി മുഴങ്ങിയില്ല. പൂജാരി നിശ്ചലനായി. ഭക്തജനങ്ങൾ ദേവീ ദർശനം കിട്ടാതെ വിഭ്രാന്തരായി. എങ്ങും നിശബ്ദത പരന്നു. കനത്ത ശൂന്യതയെ ഭേദിച്ചുകൊണ്ട് അങ്ങകലെ നിന്ന് ശബ്ദം ഉയർന്നു. അതിൻ്റെ അലകൾ ദമ്പതികളുടെ കാതുകളിലും വന്നലച്ചു. ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ഇല്ലേ ഇല്ലേ എന്ന കരച്ചിൽ. അവർ അത്ഭുതത്തോടെ 4 വശത്തേക്കും നോക്കി. ഭക്തജനങ്ങൾ ശ്രദ്ധിച്ചു. ശബ്ദം കിഴക്ക് ഭാഗത്ത് നിന്നായിരുന്നു. എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു. ആ ബ്രാഹ്മണ ദമ്പതികൾ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് നടന്നു. ഭക്തജനങ്ങളും ഭൃത്യന്മാരും അവരെ അനുഗമിച്ചു. കരിമ്പനക്കൂട്ടങ്ങൾക്ക് പിന്നിലുള്ള പാറമടയിൽ നിന്നായിരുന്നു ആ ശബ്ദം. അവിടെ മാൻപേടയാൽ കാത്തു സൂക്ഷിക്കപ്പെട്ട ഒരു ചോരക്കുഞ്ഞിനെ അവർ കണ്ടു. ഒരു നിമിഷം അവർ പകച്ചു നിന്നു. ദിവ്യചേതന തുളുമ്പുന്ന ഒരു ആൺകുഞ്ഞ് മുലപ്പാലിനു വേണ്ടി കരയുന്നുണ്ടായിരുന്നു. അത്ഭുതത്തോടെ എല്ലാവരും നോക്കി നിൽക്കെ നമ്പൂതിരി ആ കുഞ്ഞിനെ വാരിയെടുത്ത് മെല്ലെ ചുംബിച്ചു. വിധി നൽകിയ ആ വിളക്കിനെ ഭദ്രമായി അദ്ദേഹം അന്തർജനത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. കണ്ടു നിന്ന മാൻപേട സന്തോഷത്താൽ തുള്ളിച്ചാടി ഓടി മറയുന്നത് കണ്ട് എല്ലാവരും അത്ഭുതം കൊണ്ടു. തിര്യക്കുകൾക്ക് പോലും കഴിയാത്ത ഇത്തരം ഹീനവൃത്തി ചെയ്ത ക്രൂരയായ മാതാവ് ആരാണ്? കൂട്ടത്തിൽ പലരും തിരക്കി. വല്ല അബദ്ധസഞ്ചാരിണിയും പെറ്റെറിഞ്ഞോ ഓടിക്കളഞ്ഞതാണോ? കുഞ്ഞിൻ്റെ മുഖലക്ഷണം കണ്ടാൽ അങ്ങനെയൊന്നും തോന്നാൻ ഇടയില്ല. ദിവ്യത്വമുള്ള കോമള ബാലൻ. അവർ 4 പാടും കണ്ണോടിച്ചു. ആ മതൃഹൃദയം തുടിച്ചു. അവർ ആ കുഞ്ഞിൻ്റെ നെറുകയിൽ ചുംബിച്ചു. അവനെ മാറോടണച്ചു. മെല്ലെ തഴുകി. അവൻ്റെ കരച്ചിൽ നിന്നു. പിഞ്ചോമരുടെ മുഖം ദീപ്തമായി. ദിവ്യചൈതന്യം നിളയാടുന്ന മുഖകമലത്തിൽ പുഞ്ചിരി വിടർന്നു. എന്ത്? മുട്ടിടുന്നതിന് മുമ്പ് ഇതൾ വിരിയുന്നു. അവൻ ചിരിക്കാൻ ഭാവിക്കുന്നു. ചോരക്കുഞ്ഞിൽ ചിരി വരുന്നു. ഇവൻ ദിവ്യനാണ്, ബ്രാഹ്മണൻ പറഞ്ഞു. കൂടി നിന്നവർ ആരൊക്കെയോ കാതുകളെ മന്ത്രിച്ചു. ആരാണ് ആഠ്യബ്രാഹ്മണൻ? മഹാനായ പാണ്ഡ്യാല കുഞ്ചു നമ്പൂതിരി. കുഞ്ഞിനെ താരാട്ടുന്ന അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി അമ്മിണി അന്തർജനം. പ്രതാപശാലിയായ പാണ്ഡ്യാല കുഞ്ചു നമ്പൂതിരിയുടെ കൈകളിൽ എത്തിയതുകൊണ്ട് ഇവൻ ഏതായാലും ഭാഗ്യമുള്ളവനാണ്. ഇൻ രാജകുമാരനെ പോലെ അവിടെ വളരാമല്ലോ. പാണ്ഡ്യാല നമ്പൂതിരി നാട്ടുരാജാവിന് തുല്യനാണ്. ആ തറവാട് സംതൃപ്തിയുടെ കേദാരമാണ്. അവൻ ശിശുവിനെയും കൊണ്ട് ക്ഷേത്രസന്നിധിയിലെത്തി. നട ഉറക്കാനാവാതെ മേൽശാന്തിക്കാരൻ കിണ്ടിയിൽ പുണ്യജലവുമായി ശ്രീകോവിലിൻ്റെ ആദ്യപടിയിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. പൂജാരി കുഞ്ഞിനെ കണ്ടു. അവൻ അന്തർജനത്തിൻ്റെ കൈകളിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്നു. പൂജാരി ദുഃഖത്തോടെ അറിയിച്ചു, അമ്മ നട തുറക്കുന്നില്ല. അത് കേട്ട് പാണ്ഡ്യാല നമ്പൂതിരി പറഞ്ഞു, അന്തർജനത്തിൻ്റെ കൈകളിലിരിക്കുന്ന ശിശുവിനെ കണ്ടില്ലേ? ആ പുണ്യജലം അവൻ്റെ ദേഹത്തളിച്ച് ശുദ്ധി വരുത്തു. പൂജാരി ജപം ചൊല്ലി 3 തവണ പുണ്യജലം തളിച്ചു. കുഞ്ഞു നമ്പൂതിരി കുട്ടിയെ അന്തർജനത്തിൻ്റെ കയ്യിൽ നിന്നും വാങ്ങി ശ്രീകോവിലിന് അഭിമുഖമായി കുഞ്ഞിനെ മുഖം കാണിച്ചു കൊണ്ട് പറഞ്ഞു, അമ്മേ മഹാമായേ, ഞങ്ങളുടെ പ്രാർത്ഥന അവിടെ നിന്ന് കേട്ടല്ലോ. സന്താനങ്ങളില്ലാത്ത ഞങ്ങൾക്ക് അമ്മ തന്ന ഈ നിധിയെ ഞങ്ങൾ കുറവും കൂടാതെ പോറ്റിക്കൊള്ളാം. അവനെന്ന് ഞങ്ങളുടെ പൊന്നു മോനായിരിക്കും. പാണ്ഡ്യാല നമ്പൂതിരി പറഞ്ഞവസാനിപ്പിച്ചും ശ്രീകോവിൽ മലർക്കെ തുറന്നതും ഒരുമിച്ചായിരുന്നു. ഭക്തജനങ്ങൾ ആവേശപൂർവ്വം പരാശക്തിയുടെ മായാവിലാസത്തിൽ വാഴ്ത്തി സ്തുതിച്ചു. ദൈവം കനിഞ്ഞു നൽകിയ കുഞ്ഞിനെ വളർത്തുന്ന മഹാഭാഗ്യമായി കരുതിയ പാണ്ഡ്യാല നമ്പൂതിരി പത്നിയോടും പരിവാരത്തോടുമൊപ്പം ഇല്ലത്തേക്ക് യാത്രയായി. കുഞ്ഞിനെ ബ്രഹ്മദത്തൻ എന്ന് നാമകരണം ചെയ്തു. കുട്ടിയുടെ മഹോത്സവത്തിൻ്റെ പ്രതീതി ജനിപ്പിച്ച ആ ഇല്ലത്തിൽ പിന്നെ ഉത്സവ ലഹരിയായി. ബ്രഹ്മദത്തനെയാണ് കാലാന്തരത്തിൽ മേഴത്തോൾ അഗ്നിഹോത്രിയായി തീർന്നത്. അഗ്നിഹോത്രി എന്നത് മലയാളിയുടെ പേരല്ല. അഗ്നിഹോത്രം നടത്താൻ അധികാരമുള്ള ബ്രാഹ്മണ പുരോഹിതനാണ് അഗ്നിഹോത്രി. അഗ്നിഹോത്രം ഒരു ദൈവിക ആചാരമാണ്. ഗാർഹപത്യം, അവഹനീയം, ദാക്ഷിണാത്യം എന്നീ 3 യാഗാഗ്നികൾ. ഈ 3 അഗ്നികളെയും കേടാതെ രക്ഷിച്ച് ഉഷസന്ധ്യയിലും സായം സന്ധ്യയിലും ആരാധിക്കുന്നതാണ് അഗ്നിഹോത്രം. അഗ്നിയാദാനം ചെയ്ത പുരോഹിതനെ അഗ്നിഹോത്രിയാവാൻ അധികാരമുള്ളൂ. അരണി കടഞ്ഞ് തീയുണ്ടാക്കി 3 കുണ്ടങ്ങളിൽ ഇട്ട് ആത്രേതാഗ്നിയിൽ 2 ദിവസം കൊണ്ട് ചെയ്തു തീർക്കേണ്ട കർമ്മമാണ് അഗ്നിയാദാനം. ഇത് ശ്രൗത വിധിപ്രകാരം വേണമെന്നാണ് നിയമം. യജ്ഞങ്ങൾക്ക് യാഗം നേതൃത്വം കൊടുക്കുന്നവനാണ് അഗ്നിഹോത്രി എന്ന് ചുരുക്കത്തിൽ പറയാം. പാണ്ഡ്യാല ഇല്ലത്തിൽ ഒരു ആണ്ടരി വന്നതോടെ അവിടെയെങ്ങും ഐശ്വര്യം വിളയാടി. വളരെ കാലങ്ങൾക്ക് ശേഷം ആ ഇല്ലത്തൊരു മാമാങ്കത്തിൻ്റെ ഒരുക്കമുണ്ടായി. നാട്ടുകാർക്കെല്ലാം വിഭവസമർത്ഥമായ സദ്യയും സാധുജനങ്ങൾക്ക് ദാനധർമാദികളും വേണ്ടുവോളം കൊടുത്തു.
ബ്രാഹ്മണർക്ക് സദ്യയും പാരിതോഷികങ്ങളും വേറെയും നൽകി. ചിലർക്ക് പിടിപ്പണം സമ്മാനിച്ചു. ആർക്കും ഒന്നിനും ഒരു കുറവും വരുത്തിയില്ല. അനക്കമില്ലാതെ ആ ഇല്ലത്തിൽ പൊട്ടിച്ചിരിയും കൊഞ്ചൽ മൊഴികളും താരാട്ടുശീലുകളും മുഴങ്ങി. പിന്നീടുള്ള നാളുകൾ സുദിനത്തിൻ്റെതായിരുന്നു. പാണ്ഡ്യാല ഇല്ലത്തിൽ ആ കുഞ്ഞിക്കുട്ടൻ കുഞ്ചു നമ്പൂതിരിയുടെയും അമ്മിണി അന്തർജനത്തിൻ്റെയും പുത്രനായി അമ്പാടിയിലെ ഉണ്ണിക്കണ്ണനെ പോലെ വളർന്നു. ആ ഓമനക്കുട്ടന് വേണ്ടി പാണ്ഡ്യാല ഇല്ലത്തിൽ അഗ്നികുണ്ഠം ജ്വലിച്ചു. അവർ അവന് വേണ്ടി ഹോമം നടത്തി. ഇല്ലത്തിൽ അവനെ കുളിപ്പിക്കാനും പൊട്ടുടിപ്പിക്കാനും പണിയിക്കാനും ഒക്കെ മത്സരമായി. എന്നാൽ അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് അന്തർജനം തന്നെയായിരുന്നു. ആ വളർത്തമ്മ കുഞ്ഞിക്കുട്ടിനെ മടിയിൽ കിടത്തി കൊഞ്ചിച്ചും ലാളിച്ചും അവൻ്റെ ഓമന മെയ്യാകെ എണ്ണ തേച്ച് പിടിപ്പിച്ചും മടിയിൽ കിടത്തി കുളിപ്പിച്ചും ചേലാഞ്ചലം കൊണ്ട് അവൻ്റെ മെയ്യിലുള്ള ജലമാകെ ഒപ്പി മാറ്റി പൊട്ടുതൊട്ട് അവനെ ഓമനത്തിങ്കളാക്കി പാലൂട്ടി വയറു നിറച്ച് മാറോടണച്ച് താരാട്ടുപാടി ഉറക്കും. ഇതെല്ലാം കണ്ട് നമ്പൂതിരി സന്തോഷാശ്രുക്കൾ പൊഴിക്കും. നാൾക്കുനാൾ അവൻ വളരുകയായിരുന്നു. മുട്ടുകുത്തി ഇഴഞ്ഞു തുടങ്ങിയപ്പോൾ അവന് കുസൃതി കൂടി. അമ്മ അവനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു. കണ്ണ് തെറ്റിയാൽ അവൻ ഇഴഞ്ഞ് നമ്പൂതിരിയുടെ അടുത്തെത്തും. അപ്പോൾ നമ്പൂതിരി ഹോമകുണ്ഡത്തിനരികിലായിരിക്കും. തൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന ആ ഇളം പൈതലിനെ താലോലിക്കാനും അവൻ്റെ കുസൃതി കണ്ട് രസിക്കാനും നമ്പൂതിരി അവസരം കണ്ടിരുന്നു. എന്താ ഉണ്ണിയെ നീ കാട്ടണേ, കുസൃതി ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്പൂതിരി അന്തർജനത്തെ വിളിച്ച് വഴക്ക് പറയും. നീ അവിടെ എന്തെടുക്കുക? അമ്മിണി, ഉണ്ണിയെ കണ്ടില്ലേ? ദേ അവൻ എത്തിയിരിക്കുന്നു. അത് കേട്ട അന്തർജനം മൂക്കത്ത് വിരൽ വയ്ക്കും. ഓടിച്ചെന്ന് ഭർത്താവിൽ നിന്ന് ഏറ്റുവാങ്ങി അവൻ്റെ കവളത്ത് പതുക്കെ കിള്ളിക്കൊണ്ട് ചോദിക്കും. എൻ്റെ കുഞ്ഞിക്കുട്ട, നീ ആള് കൊള്ളാമല്ലോ. എന്തിനാ അച്ഛനെ ശല്യപ്പെടുത്തണേ? അമ്മയുടെ സ്നേഹമസനമായ വാക്കുകൾ കേൾക്കുമ്പോൾ അവൻ പല്ലില്ലാത്ത മുണ കാട്ടി എത്തി ചിരിച്ചിരുന്നു. എന്തൊരു കുസൃതി കുട്ടൻ! ഇരുത്തം വരാത്ത പ്രകൃതം. അവനെ കാത്തു സൂക്ഷിക്കാൻ 5-6 ആള് വേണമെന്നായി. ഇല്ലത്തിൽ ഓരോ മുക്കിലും മൂലയിലും അവൻ ഇഴഞ്ഞെത്തും. കയ്യിൽ കിട്ടുന്ന എന്തും തട്ടി ഉടയ്ക്കും. ചട്ടിയും കലവും വട്ടിയും കുട്ടയുമൊക്കെ വേണ്ട സർവ്വതും വലിച്ചെറിയും. അന്തർജനത്തിനെ പാടുപെടുത്തി തുടങ്ങി. ഇരിക്കുമ്പോൾ നിൽക്കണം, നിൽക്കുമ്പോൾ ഓടണം, ഓട്ടത്തിൽ ഉരുളണം. ഉരുണ്ടുരുണ്ട് ദേഹം മുഴുവൻ ചേറാക്കും. അവനെപ്പോഴും കുളിക്കണം. എത്ര കുളിച്ചാലും മതിവരാത്ത കുസൃതി കുട്ടൻ. അന്തർജനം പശുവിനെ കറക്കാൻ പോകുമ്പോൾ കുഞ്ഞിക്കുട്ടിനും കൂടെ ഉണ്ടാവാറുണ്ട്. അമ്മയോടൊപ്പം അവനും പയ്യനെ കറക്കണം. കന്നിനെപ്പോലെ അവനും പാല് കുടിക്കണം. കണ്ണ് തെറ്റിയാൽ പാല് കമിഴ്ത്തും. അവൻ്റെ വികൃതികൾ അമ്മയെ പൊറുതിമുട്ടിച്ചു. അമ്മയുടെ പൊന്നുമോന് പാല് വേണു. അവിടെ തന്നെ നിൽക്കണേ, അമ്മ ഇതാ വരുന്നു. അത് കേൾക്കുമ്പോൾ അവൻ അഴികിൽ പിടിച്ചുകൊണ്ട് 1-2 ചുവടുകൾ നടക്കും. അത് കാണുമ്പോൾ അന്തർജനം പാൽപാത്രം അവിടെ ഉപേക്ഷിച്ചിട്ട് ഓടിയെത്തും. ഏറെ സമയം അവനെ അങ്ങനെ നിർത്താൻ അവർക്ക് ഭയമായിരുന്നു. അവൻ വീണാലോ? കുഞ്ഞിനെ അന്യരെ ഏൽപ്പിച്ചു പോകാൻ അന്തർജനത്തിന് വിശ്വാസം പോരാ. അതിനാൽ അവർ പോകുന്നിടത്തൊക്കെ അവനെയും ഒക്കത്ത് എന്തും തറയിലും തലയിലും വയ്ക്കാതെ അവർ കുഞ്ഞിക്കുട്ടിനെ വളർത്തി. അവൻ ഏതാണ്ട് 2 വയസ്സ് പ്രായമായിരിക്കുന്നു. ചിലപ്പോഴൊക്കെ അമ്മ കറക്കാൻ പോകുന്നതിന് മുമ്പ് അവൻ കന്നുകുട്ടിയുടെ കെട്ടഴിച്ചു വിടും. ആ പശുക്കിടാവ് തള്ളപ്പശുവിൻ്റെ പാൽ കുടിക്കുന്ന കാഴ്ച കണ്ട് അവൻ കൈകൊട്ടിച്ചിരിക്കും. ചിലപ്പോഴൊക്കെ കന്നിനെ മാറ്റി പാല് അവൻ തന്നെ കുടിക്കും. അന്തർജനം നീരാട്ടിനിറങ്ങുമ്പോൾ അവനെയും കൂട്ടുക പതിവായി. കുളം കണ്ടാൽ അവൻ ഇറങ്ങണം, കുളിക്കണം. അതിനവൻ വാശി പിടിച്ച് കരയും. കുളത്തിലിറങ്ങി കുളിക്കുവാനുള്ള പ്രായമായില്ല മോനെ, അന്തർജനം സ്നേഹഭാവനയെ അറിയിക്കും. ഒരു നാൾ അവൻ അച്ഛൻ്റെ ചരകസരയിൽ മലർന്നു കിടക്കുകയായിരുന്നു. അവനെ നോക്കാൻ ഭൃത്യന്മാരെ ഏർപ്പാടാക്കിയിട്ട് നമ്പൂതിരി എങ്ങോട്ടോ പോയി. അന്തർജനം അടുക്കളയിലായിരുന്നു. ആ സമയത്ത് ഒരു മൂർഖൻ പാമ്പ് അവിടെ ഇഴഞ്ഞു കയറി കുഞ്ഞിക്കുട്ടിൻ്റെ മുമ്പിൽ വന്ന് ഭണം വിടർത്തി ആടി. അത് കണ്ട ഭൃത്യന്മാർ പേടിച്ച് നിലവിളിച്ച്. അടുക്കള ജോലിയിലായിരുന്ന അന്തർജനം ജോലിക്കാരുടെ നിലവിളിയായിട്ട് പരിഭ്രമിച്ച് ഓടിയെത്തിയപ്പോൾ കണ്ട കാഴ്ച അവരെ അതിശയിപ്പിച്ചു. കേവലം 2 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞുപാമ്പിനെ കണ്ട് തുള്ളിച്ചാടിക്കളിക്കുന്നു. അവൻ്റെ പൂവിരൽ തുമ്പുകൊണ്ട് പന്നകത്തെ തലോടുന്നു. അന്തർജനത്തെയും ഭൃത്യന്മാരെയും കണ്ടതോടെ പാമ്പ് എങ്ങോ മറഞ്ഞു. മാതാവ് ഓടിച്ചെന്ന് മകനെ വാരിയെടുത്ത് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇവൻ ഒരു സാധാരണ കുട്ടിയല്ല. ഓടിക്കൂടി അവർ ഒന്നടങ്കം പറഞ്ഞു. അവൻ തറയിൽ കളം വരച്ച് അച്ഛനെ പഠിപ്പിക്കാൻ അച്ഛനെന്ന് സ്വയം ഭാവിച്ച് നിലത്തെഴുതും. അമ്മയോടിഷ്ടം എന്നൊക്കെ അവൻ എഴുതുകയും എഴുതി പഠിപ്പിക്കുകയും ചെയ്യും. ഇതൊരു മന്ത്രമാണ്. തറയിൽ മണൽ വിരിച്ച് അവൻ വരച്ചു കാട്ടും. ആശാഭിലാഷങ്ങൾക്ക് ചിറകുളപ്പിച്ചുകൊണ്ട് അച്ഛനമ്മമാരുടെ കൃഷ്ണമണി പോലെ വളർന്നു. അച്ഛൻ ഒരുക്കുന്ന അഗ്നികുണ്ഡത്തിന് ചുറ്റും ഓടി നടക്കും. പിതാവ് ചൊല്ലുന്ന മന്ത്രങ്ങളിൽ ചിലത് അവൻ ഏറ്റുചൊല്ലും. കയ്യിൽ എന്ത് കിട്ടിയാലും അവനത് ഹോമകുണ്ഡത്തിൽ കൊണ്ടിടും. അവൻ്റെ കുസൃതി സഹിക്ക് വയ്യാതാകുമ്പോൾ ചിലപ്പോൾ അവനെ ഇടുമായിരുന്നു. ആടാനും പാടാനും കഥ പറയാനും അഭിനയിച്ചു രസിപ്പിക്കാനും ആ കോമളകുമാരൻ നിപുണത കാട്ടിയിരുന്നു. ആദ്യ കുഞ്ഞിനെ പാറമടയിൽ പെറ്റെറിഞ്ഞുപോയ പറയിത്തള്ളയുടെ ചേതോവികാരം അറിയാനോ ക്രൂരമായ ആജ്ഞയിലൂടെ സ്വാർത്ഥമോഹങ്ങൾ കടിമയായ വരുചി എന്ന പിതാവിനെ പറ്റിയോ അന്വേഷിച്ചറിയാൻ കാലം കാത്തിരുന്നില്ല. മഴമേഘങ്ങൾ പെയ്ത് അകന്ന മകരക്കാറ്റു മാമ്പൂവിന്
പരാഗം ചിരിഞ്ഞു. കാലത്തിൻ്റെ ഗതിവിഗതികൾ പരിവർത്തനങ്ങൾക്ക് കളമൊരുക്കി. അപ്പോൾ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് രചകൻ്റെ ജനനമാണ്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.